ഈസി ആയിട്ട് ഒരു ബട്ടൂര ഉണ്ടാക്കാം. അതിന് ഞാൻ 1/4 കിലോ മൈദയുടെ മാവാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിന് 1 കപ്പ് തൈര് വേണം, 1 മുട്ട വേണം, ഒരു വലിയ സ്പൂണ് നെയ്യ് വേണം, പിന്നെ ഒരു ചെറിയ സ്പൂണ് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇടണം, ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇടണം. നമ്മളിതൊരു ചെറിയ ഇളം ചൂട് പാലിലാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. ആദ്യം തന്നെ ഞാനിത് ഒരു ബൗളിലോട്ട് ചെയ്ത് മൈദമാവ് ഇട്ട് നമുക്ക് കുഴയ്ക്കാൻ തുടങ്ങാം. നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. അതിനകത്തോട്ട് ഞാൻ ഈ മൈദമാവ് ചേർക്കുകയാണ്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഒരു വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളൊന്ന് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഇതൊന്ന് നല്ലതുപോലെ നനച്ചു കൊടുക്കണം. നെയ്യ് ഒഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ബട്ടൂര നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടിരിക്കും, നല്ല പൊടിഞ്ഞു കിട്ടും. നമുക്ക് ഇത് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ നെയ്യ് എല്ലായിടത്തും ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇത്തിരി ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുട്ട ചേർക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് തൈരുണ്ട്, ഇതും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് അധികം ബേക്കിംഗ് പൗഡർ ഇടണ്ട, ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടെയും ചേർക്കാം. ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെയും ചേർക്കാം. ഇതെല്ലാം ആദ്യം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇതിപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാല് കുറേശ്ശെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. മൈദാമാവ് ആയതുകൊണ്ട് ഒത്തിരി നീണ്ടു പോകല്ല. നമ്മൾ നല്ല മുറുകി തന്നെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ ഇരിക്കണം. അതുകൊണ്ട് കുറേശ്ശെ നമ്മൾ ഈ പാലൊഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ നമ്മൾ കട്ടിയായിട്ട് തന്നെ ഉരുട്ടി എടുക്കണം. ഇത് നമ്മളിനി ഒരു 4 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വേണ്ടി വെക്കണം. നല്ലതുപോലെ അടച്ച് ഇടയ്ക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെടുത്ത് ഒന്നും കൂടി ഇതിനെ ഒന്ന് ഇളക്കി നല്ലപോലെ ഞെക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ മൂടി വെക്കണം. ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ റെഡിയാകും. അപ്പം നമുക്കിത് മൂടി വെക്കാം. ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് ഇത് കണ്ടോ നല്ലതുപോലെ സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയിട്ട് നമുക്ക് എണ്ണയിൽ ഇത് പൂരി പോലെ പൊള്ളിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കിത് നല്ല കട്ടി കുറഞ്ഞ് പരത്തിയെടുക്കാം. ഇത് നമ്മൾ മുക്കാൻ വേണ്ടി ഗോതമ്പ് പൊടിയോ മൈദാമാവോ എണ്ണ എടുത്താലും കുഴപ്പമില്ല. നല്ലതുപോലെ കട്ടി കുറഞ്ഞ് പരത്തിയെടുക്കണം, അല്ലെങ്കിൽ നല്ല പപ്പടം പോലെ ഇത് പൊള്ളി വരും. ഈ പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി. ഞാനൊരു 3-4 എണ്ണം ആദ്യം പരത്തിയെടുക്കാം. ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിനി ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. രണ്ട് സൈഡ് മറിച്ചിട്ട് നമുക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. ഇത് ടേസ്റ്റി ബട്ടൂര റെഡിയാണ്. നമുക്കിത് ഏത് കറിയുടെ വേണമെങ്കിലും കൂട്ടാം. ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഇതിന് പോർക്ക് കറിയാണ് എടുത്തിരിക്കുന്നത്. ഈ പോർക്ക് കറി എൻ്റെ മുമ്പിലത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വേണ്ടവർക്ക് നോക്കാവുന്നതാണ്.